KPCയിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം നടക്കുകയാണ്. മഹാത്മാഗാന്ധി അനുസ്മരണം നടക്കുകയാണ്. പുഷ്പാർച്ചനയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ശശി തരൂർ MP വേദിയിലുണ്ട്. AK ആന്റണി, KC വേണുഗോപാൽ MP, സണ്ണി ജോസഫ്, VD സതീശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ശശി തരൂർ കോൺഗ്രസ് വേദികളിൽ സജീവമാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു പരിപാടി കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, ശശി തരൂർ തുടങ്ങിയവർ ഇരിക്കുന്നതിൻ്റെ ചിത്രമടക്കം പുറത്തു വന്നത്. ഈ പറയുന്ന ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത്. താൻ മുഖ്യമന്ത്രി പദവി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് ശശി തരൂർ പറയുകയും അതേസമയം തന്നെ ഈ മഹാപഞ്ചായത്ത് പരിപാടിയിൽ അവഗണിച്ചതിലുള്ള അതൃപ്തി അറിയിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാം, അർഹമായ പ്രാതിനിധ്യം നൽകാം എന്ന ഉറപ്പൊക്കെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് നേടിയെടുത്തു, അല്ലെ രാഹുൽ ഗാന്ധി കൊടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ശശി തരൂർ വേദിയിൽ വളരെ സജീവമായി നിൽക്കുന്നു. നേരത്തെ ശശി തരൂർ CPM-മായി ചില ചർച്ചകൾ ദുബായ് കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നൊക്കെയുള്ള ചില സൂചനകൾ വന്നിരുന്നു. തരൂർ തന്നെ അതിനെ നിരാകരിച്ച് രംഗത്ത് വന്നതാണ്. ഇപ്പോൾ KPCC ആസ്ഥാനത്താണ് മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം. അവിടെ പുരോഗമി PC വിശ്വനാഥ് MLA അടക്കമുള്ളവരുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ആ വേദിയിലെ തരൂരിൻ്റെ സാന്നിധ്യം പ്രധാനമാണ്. അതിലുപരി മഹാത്മാഗാന്ധി അനുസ്മരണവും രക്തസാക്ഷിത്വ ദിനാചരണവും അതിപ്രധാനമാണ്. ഷഫീദ്, കാരണം ശശി തരൂർ ഇപ്പോൾ KPCC ആസ്ഥാനത്ത് പങ്കെടുക്കുന്ന ഈ പരിപാടിക്ക് വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. കാരണം ഹൈക്കമാൻഡും ശശി തരൂരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ മഞ്ഞുരുക്കം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല നേതാക്കൾ ശശി തരൂരുമായി ബന്ധപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ശശി തരൂർ പങ്കെടുക്കുന്ന ആദ്യ കോൺഗ്രസ് പരിപാടി എന്നുള്ള പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ അനുസ്മരണ പരിപാടി അതാണ് ഇപ്പോൾ ഇന്ദിരാഭവനിൽ നടക്കുന്നത്. അവിടെ സണ്ണി ജോസഫ് പങ്കെടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ VD സതീശൻ പങ്കെടുക്കുന്നുണ്ട്, PC വിശ്വനാഥ്, അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചതുപോലെ തന്നെ CPM-ലേക്കുള്ളൊരു വാതിൽ അത് ശശി തരൂരിന് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു എന്ന് TP രാമകൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയതാണ്. ശശി തരൂരുമായി പലതരത്തിലുള്ള ചർച്ചകൾ അത് സ്വതന്ത്ര CPM കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായതുമാണ്. സ്വാഭാവികമായും ആ രീതിയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു ഒരു സമയത്ത് കൂടിയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു പരിഹരിക്കാനുള്ള AICCയുടെ നീക്കമടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടത്. പാർലമെന്റ് മന്ദിരത്തിലെ ഓഫീസിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തരൂരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏറെ നാളായി കോൺഗ്രസ് നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ദില്ലിയിൽ പറഞ്ഞു തീർത്തതാണ് നേതാക്കൾ. താൻ അധികാരമോഹില്ലെന്നും വിമതനാകാനില്ലെന്നും കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ചയിൽ ശശി തരൂർ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിലെയും കേന്ദ്രത്തിലെയും ചില നേതാക്കൾ തന്നെ ശത്രുവായി കണ്ടുവെന്നും തരൂർ ഖാർഗെയോടും രാഹുലിനോടും വ്യക്തമാക്കി. തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രി പദവി മോഹിക്കുന്നയാളായി ചിത്രീകരിച്ചു. തനിക്ക് മുഖ്യമന്ത്രി മോഹം ഇല്ലായിരുന്നുവെന്നും തരൂർ നേതാക്കൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. പാർട്ടി വിടുമെന്ന പ്രചരണത്തിന് പിന്നിലും പാളയത്തിലെ പട തന്നെയാണെന്ന് തരൂർ കരുതുന്നുണ്ട്. ഇക്കാര്യവും തരൂർ നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ള വിവരം കഴിഞ്ഞ മണിക്കൂറുകൾ പുറത്തേക്ക് വന്നതാണ്. അതേസമയം പാർട്ടി ലൈൻ വിട്ടുള്ള മോദി സ്തുതിയിലും വിദേശകാര്യ നിലപാടിലും ഹൈക്കമാൻഡ് തരൂരിനെ അതൃപ്തി അറിയിച്ചിട്ടുമുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായാൽ നേരിട്ട് അറിയിക്കണമെന്നും നേതാക്കൾ തരൂരിനോട് ആവശ്യപ്പെട്ടിരുന്നു. തനിക്ക് പ്രവർത്തിക്കാൻ കുറച്ചുകൂടി വിശാലമായ ഒരു ഇടം വേണമെന്നും അത് കേരളത്തിലായ അത്രയും നല്ലതെന്ന നിലപാട് തരൂർ കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചെന്ന വിവരവും സൂചനകളായി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയമായി കോൺഗ്രസിനകത്തുണ്ടായിരിക്കുന്ന തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പലതരത്തിലുള്ള നീക്കങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ ശശി തരൂർ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണത്തിൽ പങ്കെടുക്കുന്നത്. ഹഷ്മി, ശശി തരൂർ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ പുഷ്പാർച്ചന അവിടെ നടന്നു. KPCCക്ക് മുമ്പിലാണ് ഈ പുഷ്പാർച്ചന അടക്കമുള്ളവർ. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ അവിടെയുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സണ്ണി ജോസഫ്, ശശി തരൂർ MP അടക്കമുള്ളവർ അവിടെയുണ്ട്. തരൂർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ പ്രത്യേകിച്ച് വലിയ എടുത്തു പറയേണ്ട കാര്യമല്ല. തരൂർ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. പക്ഷേ ഈ അസ്വാരസ്യങ്ങൾ CPM-മായി നടത്തിയ ചർച്ചകൾ എന്നൊക്കെയുള്ള സൂചനകൾക്കിടെ ഹൈക്കമാൻഡ് പരിപാടിയിൽ KPCC ആസ്ഥാനത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഉറപ്പായും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.